മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞുപോയൊരു പൂതാരം പോലും കൈനിറഞ്ഞു വാസന്തം പോലെ തെളിയും നിൻ ജന്മപുണ്യം പോലേതോ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. മോളെ ഓടല്ലടാ വാവേ, ഇങ്ങോട്ട് വന്നേ, നമുക്ക് മാമു തിന്നണ്ടേ. മാമു തിന്ന് വലിയ കുട്ടിയായിട്ട് സ്കൂളിലൊക്കെ പോണ്ടേ. അമ്മയുടെ പൊന്നു മുത്തല്ലേ. വാ, ദേ അമ്മ അമ്പിളിയ മാമനെ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയേ. ആ ആ ആ അം, അങ്ങനെ അമ്മയുടെ ചക്കര മുത്തല്ലേ. ദേ ഇതുകൂടെ കഴിക്കും. വാ തുറന്നേ. ആ ആ ആ അം. ചാഞ്ച
അമ്മേ വരൂ. ഇവിടെയാണ് ഇനി അമ്മ നിൽക്കേണ്ടത്. എന്താ മോളെ നീ പറയണേ? ഞാൻ ഇവിടെയോ? ഇതെവിടെയാ? അപ്പോ മോളോ? അമ്മേ, ഇവിടെ അമ്മയ്ക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടാകും. അമ്മയുടെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി നോക്കിക്കോളും. ആരുണ്ടായിട്ടെന്താ, ഇവിടെ നീ ഇല്ലാലോ. അമ്മേ, എനിക്കിനി അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് എന്റേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ ഫ്ലൈറ്റിന് സമയമായി, ഞാൻ പോകുന്നു. മോളെ, മോളെ, അമ്മയുടെ പൊന്നു മോളെ. വരും, അവള് വരും. പാവ അവള്. അവളമ്മയെ തനിച്ചാക്കി പോവില്ല. അവള് വരും. മോളെ, വന്നേക്കണേ മോളെ. അമ്മ ഇവിടെ കാത്തിരിക്കോട്ടോ. അമ്മയുടെ പൊന്നു മോള് വന്നേക്കണേ. അമ്മ ആഗ്രഹിച്ചത് പണമോ സമ്പത്തോ ആധുനിക സുഖ സൗകര്യങ്ങളോ അല്ല. മറിച്ച് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മകളെ ഒരു നോക്ക് കാണാൻ, ഒരിറ്റു കരുണ, സ്നേഹത്തോടെയുള്ള ഇടപെടൽ. അതെ, അതുമാത്രം. യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് ഒരു ഇലപൊഴിയും കാലം. ഒരു നാൾ നമ്മുടെ ശരീരത്തിലും ചുളിവുകൾ വീഴും. മുടിയിഴകളിൽ വെള്ളി വര വരയ്ക്കും. ശബ്ദം ഇടർച്ചയുള്ളതാകും. അതെ, ഒരിക്കൽ നമ്മളും വാർദ്ധക്യത്തിന്റെ കയങ്ങളിലേക്ക് എറിയപ്പെടും. ഓർക്കുക, നാം എന്തു ചെയ്യുന്നുവോ അതുതന്നെ നമുക്കും തിരികെ ലഭിക്കും.